എല്ലാവർക്കും നമസ്കാരം. ഐ ആം ജോൺസൺ. ബൈബിളിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ലോകത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. ദൈവവിശ്വാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അറിവ് പകർന്നു നൽകുന്ന ഒരു സത്യവേദ പുസ്തകമാണ് ബൈബിൾ. ബൃഹത്തായ ഈ ഗ്രന്ഥസമാഹാരം 1000-ലേറെ വർഷം കൊണ്ടാണ് വിരചിതമായത്. ഇവയിൽ ഏറിയ പങ്കും ആദ്യം വാചിക പാരമ്പര്യങ്ങളായി സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടു പോന്നു. ഈ പാരമ്പര്യങ്ങൾ കൂട്ടിയിണക്കിയാണ് പിന്നീട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത്. വിവിധ കാലഘട്ടങ്ങളിൽ രൂപം കൊണ്ട ഈ ഗ്രന്ഥങ്ങളിൽ പല രചനാരൂപങ്ങൾ ദൃശ്യമാണ്. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലുള്ള ചരിത്രാഖ്യാനം, ഇതിഹാസരൂപമായ വിവരണങ്ങൾ, കഥകൾ, ഉപമകൾ, ഗീതങ്ങൾ, പഴഞ്ചൊല്ലുകൾ, പ്രാർത്ഥനകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഗ്രന്ഥകാരൻ്റെ ഉദ്ദേശവും അതിലൂടെ ബൈബിളിൻ്റെ സന്ദേശവും ഗ്രഹിക്കുന്നതിന് വൈവിധ്യമാർന്ന ഈ രചനാരൂപങ്ങൾ വേർതിരിച്ചറിയുക ആവശ്യമാണ്. മാനുഷിക മാധ്യമങ്ങളിലൂടെയാണ് ദൈവവചനം നൽകപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടങ്ങളിലും ദൈവം തിരഞ്ഞെടുത്ത ഓരോ മനുഷ്യരിലൂടെയും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളും നിർദ്ദേശങ്ങളും വാക്കുകളും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ സത്യം. ദൈവാത്മാവിൻ്റെ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താലും നിരന്തര സഹായത്താലും രചിക്കപ്പെട്ടതായതുകൊണ്ട് ബൈബിൾ ദൈവനിവേശിതമാണ്. എന്ന് പറഞ്ഞാൽ ബൈബിൾ ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ്. ബൈബിൾ ദൈവവചനമാണ്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന സന്ദേശം അത് തെറ്റുകൂടാതെയും പൂർണ്ണമായും എഴുതാൻ ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുത്തു. അത് അവർക്ക് പ്രചോദനവും പ്രകാശവും പകർന്നു നൽകി. എന്നാൽ വെറും യാന്ത്രിക ഉപകരണങ്ങളായിരുന്നില്ല അവർ. മറ്റേത് ഗ്രന്ഥകർത്താവിനെയും പോലെ ഇവരും സ്ഥലകാല സാഹചര്യങ്ങളുടെ സ്വാധീനത്തിന് വിധേയരായിരുന്നു. തങ്ങളുടെ സാംസ്കാരികവും സാമൂഹികവും സാഹിത്യപരവുമായ സവിശേഷതകൾ പരിരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവയിലൂടെ ദൈവത്തിൻ്റെ സന്ദേശം തെറ്റുകൂടാതെ രേഖപ്പെടുത്തുന്നതിന് അവർക്ക് വരം ലഭിച്ചു. അത്രയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തികൾ തന്നെയായിരുന്നു അവർ. അങ്ങനെ ദൈവവചനം മനുഷ്യൻ്റെ വാക്കുകളിൽ ലിഖിതമായി. നമ്മളിൽ പലരും നോവലുകളും ചെറുകഥകളും സാഹിത്യപരമായ മറ്റ് പുസ്തകങ്ങളുമൊക്കെ വായിക്കുന്നവരാണ്, വിമർശനങ്ങളുമൊക്കെ വായിക്കുന്നവരാണ്. എന്തുകൊണ്ട് നമ്മൾ ബൈബിൾ വായിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അത് ഒരു മതഗ്രന്ഥമായി പലരും കാണുന്നു എന്നതുകൊണ്ടാണ്. ഒരിക്കലും ഒരു മതഗ്രന്ഥമായി ബൈബിളിനെ കാണാതെ നമുക്ക് അറിവ് പകർന്നു നൽകുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമായിട്ട് ബൈബിളിനെ കാണാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഒരു മനുഷ്യ ജീവിതത്തിന്, ഒരു മനുഷ്യൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും അറിവുകളും വിവേകങ്ങളും ജ്ഞാനവും ഒക്കെ പകർന്നു നൽകുന്ന ഒരു മഹത്തായ ഒരു വലിയ ഗ്രന്ഥം തന്നെയാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് തന്നെയാണ് അതിനെ സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. സത്യവേദ പുസ്തകം എന്ന് പറയുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. കാരണം ആരുടെയും സാങ്കല്പികമായ കാര്യങ്ങളല്ല. ഈ ലോകത്ത് നടന്നിരുന്നതും നടക്കാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ തന്നെയാണ് ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ശാസ്ത്രം പ്രദാനം ചെയ്യുന്ന പുതിയ പുതിയ അറിവുകളുടെ വെളിച്ചത്തിൽ ബൈബിളിലെ ചില പരാമർശങ്ങളുടെയും വിവരങ്ങളുടെയും പ്രസക്തിയെപ്പറ്റി നമുക്ക് സംശയം തോന്നിയേക്കാം. ഭൗതിക ചരിത്രവും നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ശാസ്ത്ര സത്യങ്ങളും പഠിപ്പിക്കുകയല്ല ബൈബിളിൻ്റെ ലക്ഷ്യം. അതത് കാലങ്ങളിൽ നിലനിന്നിരുന്ന പ്രപഞ്ച സങ്കല്പങ്ങളുടെയും രചനാരൂപങ്ങളുടെയും സഹായത്തോടെ രക്ഷാചരിത്രം അവതരിപ്പിക്കുകയും രക്ഷാമാർഗം നിർദ്ദേശിക്കുകയും മാത്രമാണ് ബൈബിൾ ചെയ്യുന്നത്.
വചനഗ്രന്ഥമായ ബൈബിൾ ഓരോ മനുഷ്യനും വായിച്ചു മനസ്സിലാക്കേണ്ട ഒരു ഗ്രന്ഥം തന്നെയാണ്. ഇത്തരത്തിലുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് മൂലരേഖകളോട് പരമാവധി വിശ്വസ്തത പുലർത്തി ലളിതവും സമകാലികവുമായ ശൈലിയിൽ ബൈബിൾ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള ദീർഘകാല യജ്ഞത്തിൻ്റെ ഫലമാണ് ഈ ഗ്രന്ഥം. 1807 മുതൽ ബൈബിളിൻ്റെ ഭാഗികമായ വിവർത്തനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. ബൈബിളിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പഴയ നിയമവും രണ്ടാമത് പുതിയ നിയമവും. ദൈവത്തിൻ്റെ അക്ഷയമായ കാരുണ്യത്തിൻ്റെയും അചഞ്ചലമായ വിശ്വസ്തതയുടെയും അത്യധാരമായ സ്നേഹത്തിൻ്റെയും കരങ്ങളിൽ സംവഹിക്കപ്പെട്ട മനുഷ്യൻ്റെ നിത്യദീപ്തമായ ചിത്രം ബൈബിളിൽ അനാവരണം ചെയ്യുന്നു. 1841-42 കാലഘട്ടത്തിൽ കോട്ടയം CMS പ്രസിൽ നിന്നും ബൈബിളിൻ്റെ സമ്പൂർണ്ണ വിവർത്തനം മലയാളത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം എന്നിവയും ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്, സാമുവൽ, രാജാക്കന്മാർ, ദിനവൃത്താന്തങ്ങൾ, എസ്ര, നെഹമ്യ, തോബിത്ത്, യൂദിത്ത്, എസ്തേർ, മക്കബായർ എന്നിവയാണ് ചരിത്രപരമായ ഗ്രന്ഥങ്ങളായി കണക്കാക്കുന്നത്. ഉൽപ്പത്തിയുടെ ആദ്യത്തെ 11 അധ്യായങ്ങൾ ബൈബിളിലെ രക്ഷാകര ചരിത്രത്തിന് ഒരാമുഖമായി കണക്കാക്കാവുന്നതാണ്. ലോകസൃഷ്ടി, മനുഷ്യൻ്റെ ഉത്ഭവം, രക്ഷാകര പദ്ധതി ആവശ്യമാക്കി തീർത്ത തിന്മയുടെ ആവിർഭാവം തുടങ്ങിയവയുടെ വിവരണങ്ങൾ അടങ്ങുന്ന പഞ്ചഗ്രന്ഥി ചരിത്ര പൂർവഘട്ടത്തെ പ്രതിപാദിക്കുന്നു. ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗകൻ, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ എന്നീ ഗ്രന്ഥങ്ങളാണ് പ്രബോധനപരം എന്ന് കണക്കാക്കുന്നത്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുടെ ചുരുളഴിവ്, അവയ്ക്ക് ഉത്തരം കാണാനുള്ള തീവ്രയജ്ഞം, ഇവയാണ് ജോബ്, സഭാപ്രസംഗകൻ എന്നീ ഗ്രന്ഥങ്ങളിലുള്ളത്. സങ്കീർത്തനങ്ങൾ ആരാധനാതലത്തിൽ രൂപം കൊണ്ട ഗീതങ്ങളാണ്. സർവാധിനാഥനായ ദൈവത്തിൻ്റെ മുൻപിൽ സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുകയും പാപങ്ങൾക്ക് മോചനവും വിപത്ഘട്ടങ്ങളിൽ സഹായവും യാചിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ വികാരങ്ങളാണ് സങ്കീർത്തനങ്ങളിൽ പ്രതിഫലിക്കുന്നത്. പരിശുദ്ധമായ പ്രണയബന്ധത്തിൻ്റെ ഭാഷയിൽ ദൈവവും മനുഷ്യരുമായുള്ള ബന്ധത്തിൻ്റെ ഉണർവ് നൽകാനുള്ള ശ്രമമാണ് ഉത്തമഗീതം. അത്തരത്തിൽ ബൈബിൾ എന്ന വിശുദ്ധ ഗ്രന്ഥം എല്ലാ മനുഷ്യർക്കും രക്ഷ നൽകുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ബൈബിൾ അറിയുവാൻ ശ്രമിക്കുക. നന്ദി.